നേഴ്സിംഗ് മേഖലയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ +2 സയൻസ് പഠിച്ചാൽ മാത്രമല്ലേ നമുക്കൊരു നേഴ്സാകാൻ പറ്റുള്ളൂ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുന്ന വിശ്വസിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുവാണേ. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാഗിൽ ക്വസ്റ്റിനെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ ചോദിച്ച ക്വസ്റ്റിനുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആ വ്യക്തി +2 കഴിഞ്ഞ് ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് +2 മാത്സ് സബ്ജക്റ്റായിട്ട് പഠിച്ചവർക്ക് മാത്രമേ പഠിക്കാൻ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ആ ക്വസ്റ്റിന് ഡൗട്ട്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെങ്കിലും മാത്സ് സബ്ജക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ ആ കൊച്ചിനുള്ള ഉത്തരവാട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഞാൻ +2 പഠിച്ചത് ഹ്യൂമാനിറ്റീസാണ്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ പോലും പല സബ്ജക്റ്റ് പഠിച്ച ആൾക്കാരോട് അവിടെ വന്നേക്കുന്നത്. ഞാൻ +2 പഠിക്കാൻ നേരത്തെ എടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസാണ്. അപ്പോൾ ഇനി സയൻസ് വേണമെന്നോ ഇല്ലെങ്കിൽ കൊമേഴ്സ് വേണമെന്നോ കമ്പ്യൂട്ടർ സയൻസ് വേണമെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്ക് +2 വിദ്യാഭ്യാസം വേണമെന്ന് മാത്രം. ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ വന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല കേട്ടോ. +2 വേണം, 50% മാർക്കും വേണം. അതിന് മേളിലേക്ക് അവർ ഒരു ഡിമാൻഡ് നമ്മളോട് വെച്ചിരുന്നില്ല. ഈ മാത്സുമായിട്ട് സംബന്ധിച്ച് ഒന്നുമല്ല ജർമ്മൻ ലാംഗ്വേജ്. പിന്നെ എന്തിനാണ് അവർ മാത്സ് വേണം അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എന്ന് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിനി ആദ്യം ചിന്തിക്കുന്നത് ഇതൊരു നേഴ്സിംഗ് മേഖലയാണല്ലോ. അപ്പോൾ നേഴ്സിംഗ് മേഖലയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ +2 സയൻസ് പഠിച്ചാൽ മാത്രമല്ലേ നമുക്കൊരു നേഴ്സാകാൻ പറ്റുള്ളൂ എന്നൊരു തെറ്റായ ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ അതെല്ലാം തിരുത്തിക്കൊണ്ടാണ് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും കൊമേഴ്സ് പഠിച്ചാലും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും ഏത് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൻ്റെ അകത്ത് മാത്സ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു തെറ്റായ ധാരണയാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണം, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോക്കോ, മാത്സ് നിർബന്ധമാണെങ്കിൽ അവിടെ ചേരണ്ട. ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടോ. അപ്പോൾ താങ്കൾ ചോദിച്ചതിനുള്ള ഉത്തരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ.